അപ്പം ട്രാക്ക് ടൂളായ ആ ഡേറ്റോണ അതിൻ്റെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ റോഡ് ടൂളായ 660യുടെ ഒരു ചാപ്റ്ററാണ്. അപ്പം വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഡേറ്റോണ 660 ബ്രാൻഡ് ന്യൂ ഡേറ്റോണയെ തിരുത്തി എഴുതിയ ഡേറ്റോണ. അപ്പം ട്രയംഫ് തന്നെയാണ് ഈ ഒരു ബൈക്ക് വന്നത്. ഹാപ്പി ടു റൈഡ് ദ സ്മോൾ സൈക്കിൾ. ട്രയംഫ് തന്നെ ബൈക്ക് വന്നു എന്ന് കരുതിയിട്ട് റിവ്യൂവിൽ ഒരു ദാക്ഷിണ്യമൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ ഒരു ബൈക്ക് ആക്ച്വലി ഞാൻ ഒരു 700 കിലോമീറ്റേഴ്സിൻ്റെ ട്രിപ്പിന് ഉപയോഗിച്ചു. അതിനുശേഷം സിറ്റിയിൽ ഉപയോഗിച്ചു. സോ ഇതിൻ്റെ സിറ്റി സൂപ്പർ ബൈക്കായിരുന്നു, ഒരു ഹൈവേ സൂപ്പർ ബൈക്കായിരുന്നു. അതിനുശേഷമുള്ള ഒരു റിവ്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലെ ഞാനിത് CBR 650 ആയിട്ട് ബാക്ക് ടു ബാക്ക് ഓടിച്ച് ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാം. ആ വീഡിയോ ഇതിന് ശേഷം വരുന്നതാണ്. ഇതിൻ്റെ ലുക്കിലേക്ക് നോക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഒരു RR310 ഒരു ഫോം ഫാക്ടർ ഇതിനുള്ളൂ. അത്രയും സ്ലീക്കാണ്. 650R ഓൾറെഡി ഒരു ചെറിയ ബൈക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും ചെറിയൊരു ബൈക്കാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു ഫ്രണ്ട് പാനൽ, സൈഡ് പാനലൊക്കെയാണ്. ഇവിടെ ചെറിയൊരു കട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ട്രയംഫ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എന്താ പറയുക, ഒരു എസ്തെറ്റിക്കലി ഒരു R&D ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബൈക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാവും. ഭയങ്കര അപ്സൈഡും ഫോക്സ് വരുന്നത്. സൂപ്പർ കംഫർട്ടബിൾ ആണ്. സ്റ്റിക്കി ടയേഴ്സ് ആണ് വരുന്നത്. നല്ല അടിപൊളി ബ്രേക്സ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് പറ്റാബദ്ധമാണ്, തീരെ മോശമാണ്. പിന്നെ നമ്മുടെ ആ 660 എഞ്ചിനാണ് കാണുന്നത്. ഇവിടെ ഒരു ഫേക്ക് പരിപാടി അവർ ചെയ്യാൻ ശ്രമിച്ചു. ഇതൊരു പ്ലാസ്റ്റിക് പീസാണ്, അത് ഷാസി അല്ല. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡൈകാസ്റ്റ് അലുമിനിയം ഷാസി ആണെന്നൊക്കെ തോന്നുന്ന രീതിയിൽ ചെയ്തു വെച്ചൊരു ഷാസിയാണ്. ഷാസി പോലെ പ്ലാസ്റ്റിക് ചെയ്തു വെച്ചതാണ്. പിന്നെ ഒരു അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ഉണ്ട്. ഭയങ്കര രസമാണ് കേൾക്കാൻ. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ലുക്കിംഗ് സ്വിംഗ് ആം. സീറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ്. പിലിയൻ സീറ്റ് കുറച്ച് കംഫർട്ടബിൾ അല്ല, കാരണം ചെറിയ സീറ്റാണ്. റൈഡർ സീറ്റിൽ അത്യാവശ്യം സ്പേസും ഉണ്ട്, നല്ലതുപോലെ ഇരുന്ന് ഓടിക്കാം. പിന്നെ പില്യൺ സീറ്റിൻ്റെ കംഫർട്ട് കുറഞ്ഞുകൊണ്ട് തന്നെ അവരത് കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഗ്രാബ് റെയിൽ കൊടുത്തത്. ഈ ഒരു ഗ്രാബ് റെയിൽ പില്യൺ ഇല്ലാത്ത സമയത്ത് ഊരി വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മുട്ട് മൊത്തം ഇവിടെ ഇടിക്കുകയായിരുന്നു. ഇപ്പം നല്ല വേദനയുണ്ട്. ഞാനൊരു ഐഡക്സ് വാങ്ങിച്ച് നടക്കുകയാണ്. ടെയിൽ ലൈറ്റ് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ട്രൈഡൻ്റ് ആണ് ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ട്രൈഡൻ്റെ വേറൊരു ഫോർമാറ്റാണ്, പക്ഷേ ട്രൈഡൻ്റ് റീട്യൂൺ ചെയ്ത് ഇറക്കിയ ഒരു എഞ്ചിനാണ്. പിന്നെ ഒരു പൊടിക്ക് അവിടെ ഇവിടേക്ക് നോക്കിയ ടൈഗർ 660 പോലെയൊക്കെ തോന്നും ഫ്രണ്ടിൽ നിന്ന്. ഇങ്ങനെ തോന്നില്ല. നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത്, അതായത് CBR 650 സമയത്ത് മിററിൽ നോക്കിയ സമയത്ത് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വണ്ടിയുടെ മുകളിൽ നിന്ന് കയറിയിരുന്ന് കുറച്ച് ഡീറ്റെയിൽസ് സംസാരിച്ചിട്ട് നമുക്ക് വേഗം റോൾ ചെയ്യാം. വണ്ടി ആക്ച്വലി ഒത്തിരി സീറ്റ് ഹൈറ്റുള്ള ഒരു വണ്ടിയല്ല. പിന്നെ വേറൊരു സംഭവം ആകണ്ട, ഇപ്പം ഞാൻ കയറിയിരിക്കുമ്പോൾ തന്നെ സ്റ്റാൻഡ് അടി തട്ടുന്നുണ്ട്. സ്റ്റാൻഡ് അടി തട്ടുന്ന വെച്ചാൽ സ്റ്റാൻഡ് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ കയറിയിരിക്കുമ്പോൾ തന്നെ സസ്പെൻഷൻ ഒന്നുകൂടെ ഇറങ്ങിയിരിക്കുക. അപ്പം ഷോർട്ട് റൈഡേഴ്സിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് ഹൈറ്റ് ആണ്. പിന്നെ ഒരുപാട് സ്പോർട്ടിനെസ് ഇല്ലാത്തൊരു അപ്പർ ബോഡിയാണ് വരുന്നത്. ലോവർ ബോഡിയിൽ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട് പെഗ് ആക്ച്വലി വളരെ താഴെയിരിക്കുന്നത്. അതിനൊരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറിങ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെന്നിടിക്കുന്നത് ഫുട് പെഗാണ്. പിന്നെ സ്വിച്ചസ് ഒക്കെ നല്ല എന്താ പറയുക, ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഇവിടെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചു പോവാണ്. അപ്പം സ്വിച്ചസിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുക, ഹൈ ബീം സ്വിച്ച് ഉണ്ട്, അല്ലാതെ പാസ് സ്വിച്ച് ഇവിടെ ഇല്ല. അത് കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഈ ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ് ഇതിലെ കാര്യങ്ങളൊക്കെ നാവിഗേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു മോഡ് സ്വിച്ച് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഓക്കെ ബട്ടൺ ഉണ്ട്. ഇപ്പുറത്ത് എഞ്ചിൻ കിൽ സ്വിച്ച് ആണുള്ളത്. ഇവിടെ കോഷൻ ലാമ്പ് ഉണ്ട്. ഇത് നമ്മൾ ട്രൈഡനിലും കണ്ട അതേ ഡാഷ് തന്നെയാണ്. ഈ ഒരു കൺസോളിന് കുറച്ചും കൂടെ ഒരു ഡിഫറൻസ് കൊടുക്കായിരുന്നു. 1.5 ലക്ഷം രൂപ കൊടുക്കുന്നതല്ല കൂടുതൽ. അങ്ങനത്തെ ഒരു ഫീൽ എനിക്കുണ്ട്. ബട്ട് സ്റ്റിൽ ഓക്കെ. പിന്നെ ഈ സംഭവം ബാക്ക് ലിറ്റ് അല്ല, അതുകൊണ്ട് തന്നെ രാത്രി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ക്ലോഗ്ഡ് ആയതുകൊണ്ട് ഇത് യൂസ് ചെയ്യാനും കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഓക്കെ. പക്ഷെ രാത്രി യൂസ് ചെയ്യുന്ന സമയത്താണ് ബാക്ക് ലിറ്റ് അല്ലാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. യെസ്, എടുക്കാം. സംഭവം നല്ല പവറാണ്. എന്ന് വെച്ച് പേടിപ്പിക്കുന്ന പവറും ഇല്ല. ഇപ്പം വീഡിയോയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു എടാ 160 എത്തിയിട്ടാണോ അവിടെ പേടിപ്പിക്കുന്ന പവറില്ല എന്ന് പറയുന്നത്. ഇതൊരു 220 ഒക്കെ കംഫർട്ടബിളായിട്ട് കയറുന്നൊരു ബൈക്കാണ്. അപ്പം ഇതിൻ്റെ ആദ്യം തന്നെ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ പറയാം. നമ്മുടെ ഡേറ്റോണ 675 എന്ന് പറയുന്നത് ആക്ച്വലി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ ഒരു ബൈക്ക് വന്നിരിക്കുന്നത്. അപ്പം ട്രാക്ക് ടൂളായ ആ ഡേറ്റോണ അതിൻ്റെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ റോഡ് ടൂളായ 660യുടെ ഒരു ചാപ്റ്ററാണ്. അപ്പം ആ ഒരു സംഭവം നമുക്ക് മാറ്റി നിർത്താം. അതായത് ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്യാതിരിക്കാം. അപ്പം ഈ ഒരു 660 ഇപ്പോൾ പമ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഓൾമോസ്റ്റ് എന്താ പറയുക 98 ഹോഴ്സസ് ആണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സമയത്ത് ഒട്ടും പേടിപ്പിക്കാത്ത രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതൊരു ലോവർ പവർ മോഡിലാണോ ഓടുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ സ്പോർട്ട് മോഡിലിട്ടിട്ടാണ് ഓടിക്കുന്നത്. ഞാൻ പറഞ്ഞു 3 റൈഡിംഗ് മോഡാണ്, റെയിൻ റോഡ് സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് റൈഡിംഗ് മോഡ് വരുന്നത്. പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പവറേ അല്ല. പക്ഷേ ഓടിച്ച് നോക്കിയ സമയത്ത്, അതായത് ഇന്നലെ CBR ഇതുവരെ ബാക്ക് ടു ബാക്ക് ഓടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് മനസ്സിലായി CBR ജസ്റ്റ് 100+ bhp ഇപ്പോൾ ഉണ്ട്. അതായത് അത് റീട്യൂൺ ചെയ്തതിന് ശേഷം. അപ്പം CBR ഓടിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി CBR ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ടോപ്പ് എൻഡിൽ പിടിക്കണം. അപ്പം അത് ഇൻലൈൻ 4 ആണ്. അങ്ങനെ ഓടിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതിനും അത്യാവശ്യം നല്ല പവർ ഉണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഗിയറിൽ ഇങ്ങനെ പറന്ന് നടക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഒരു മിഡ് റേഞ്ചാണ്. ടോർക്ക് വളരെ ഏർലി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് വണ്ടി നന്നായിട്ട് പുള്ളി ചെയ്യും. അപ്പോൾ സിറ്റിയിലാണെങ്കിൽ പോലും 3rd ഗിയർ 4th ഗിയറിലൊക്കെയാണ് നമ്മൾ ഫുൾ ടൈം ഓടിച്ചുകൊണ്ടിരിക്കുക. 1-2 ഒന്നും
മിക്കവാറും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ അത്രയും സ്ലോ ആയി പോവുകയാണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ നോക്കിങ് അങ്ങനത്തെ ഒരു കാര്യമില്ല, ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. പിന്നെ 6 ഗിയറിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ പുള്ളി ഒന്ന് ആക്സിലറേറ്റ് ചെയ്തു, അതാണ് പറ്റിയത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ എനിക്കിപ്പോൾ ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ സിംഗിൾ ഗിയറാണ്. അപ്പോൾ എന്താ പറയുക, ഒത്തിരി ഗിയർ ചേഞ്ചസിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ളൊരു എഞ്ചിനാണ്. പഴയ ഡേറ്റോണ 675 കമ്പയർ ചെയ്യുന്ന സമയത്ത് 675ഉം 675R ഒക്കെ എന്താ പറയുക അതിഭീകര ട്രാക്ക് ടൂളായിരുന്നു. അപ്പം ഈസിയാണ്. ഒരു 300 to 400 cc മോട്ടോർ സൈക്കിളിന് അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന ഒരാൾക്ക് ഇത് അത്യാവശ്യം നല്ലൊരു സൂപ്പർ ബൈക്ക് ഫീൽ തരും. പക്ഷേ ഓൾറെഡി ഒരു 600 ഓടിക്കുന്ന ഒരാൾക്ക് ചെറുതായിട്ട് അത്രത്തോളം ഒരു എന്താ പറയുക ഒരു പഞ്ചുള്ള ഒരു എഞ്ചിനായിട്ട് തോന്നിയെന്ന് വരില്ല. ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. റൈഡിങ് എക്കണോമിക്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആ 700 കിലോമീറ്റർ ഓടിച്ച സമയത്ത് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല. അതിലൊരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ഞാൻ ഒരു പില്ലിനും വെച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷനാണ്. സാധാരണ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ റോഡിന് ഒരുപാട് അണ്ടുലേഷൻസ് ഉണ്ട് കേട്ടോ. ഈ അണ്ടുലേഷനുള്ള റോഡ് പോകുന്നൊരു സമയത്ത് എൻ്റെ വോയിസ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവേണ്ടതാണ്. ഇന്ന് അത് ആവാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനാണ്. ഫ്രണ്ട് സസ്പെൻഷൻ സൂപ്പറാണ്. പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അബ്സോർബിങ് കേപ്പബിലിറ്റിയാണ്. അത്യാവശ്യം നല്ല ട്രാവലും ഉണ്ട്. എന്ന് വെച്ച് ഹൈവേയിൽ എന്താ പറയുക ഹൈ സ്പീഡ് പോകുന്ന സമയത്ത് കോൺഫിഡൻസ് മോശമാക്കുന്നുമില്ല. പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ ചെയ്യുന്ന സമയത്ത് ഇത് വേവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് അറിയാതെ ഒരു വലിയൊരു പോട്ട് ഹോളിൽ കൂടെ ചാടിപ്പോയി. അത് CBR ആയിരുന്നെങ്കിൽ ഫോക്സിയിൽ പോയി എന്നുള്ളതിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി നോക്കി, വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനത് എൻ്റെ ടെക്നിക്സ് കൊണ്ട് സേവ് ചെയ്തതെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഇതുപോലൊരു സ്ഥലത്തോട് ചാടിപ്പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വണ്ടി ആക്ച്വലി നന്നായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഭയങ്കര കംഫർട്ടബിളായിട്ട് റൈഡറിന് ഒരു സ്ട്രെസ്സും കൊടുക്കാത്ത രീതിയിൽ ഓടുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ബ്രേക്കിംഗ് കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഓൺ ടാപ്പാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. വളരെ ഷാർപ്പാണ്. അതായത് ഫ്രണ്ട് ബ്രേക്ക് മാത്രം മതി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. റെയർ ബ്രേക്ക് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമേ വേണ്ടൂ. പിന്നെ ഇത് ഓടിക്കുന്ന ഒരു സമയത്ത് ഇത് ഞാൻ പറഞ്ഞ ഒരു 200 kg ബൈക്കാണ്, പക്ഷേ അത്രത്തോളം ഫീൽ ചെയ്യുന്നില്ല. അതായത് പാർക്കിംഗ് നിന്ന് ഉന്തിത്തള്ളി എടുക്കാൻ പോലും അത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് വണ്ടിക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് യു ടേൺ എടുക്കാനൊന്നും ഒരു വലിയൊരു ബുദ്ധിമുട്ടേ ഇല്ല. വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് നല്ല മോശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇരിക്കുന്ന സമയത്ത് സസ്പെൻഷൻ താഴ്ന്നതോടുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ മോശമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കിടിലൻ ക്വാളിറ്റിയാണ്. അത് ട്രയംഫാണ്, അതിന് സംശയമൊന്നുമില്ല. അവരുടെ പ്ലാസ്റ്റിക് ആയാലും പെയിൻറ്റ് ക്വാളിറ്റി ആയാലും ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു മോശമുള്ളൊരു സംഭവമല്ല. ടോട്ടൽ ബ്രിട്ടീഷ് ക്വാളിറ്റി ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ ഒരു ടെക്നിക്കൽ സെൻസിലല്ല പറഞ്ഞു, ഒരു ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾ എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതുപോലെ തന്നെയാണിത്. ഇതൊരു CB യൂണിറ്റ് കൂടിയാണ്. പിന്നെ ഇനി ഇതിൻ്റെ ഓണർഷിപ്പ് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ആക്ച്വലി വരുന്ന എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 9.75 lakh ആണ്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലൊരു ബൈക്ക് വാങ്ങുന്ന ഒരു സമയത്ത് നല്ലൊരു പ്രൈസ് ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1.5 lakh ട്രൈഡനേക്കാളും കൂടുതലാണ്. അപ്പോൾ ട്രൈഡൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ടോൺ ഡൗൺ വേർഷനാണ് ഇതിൻ്റെ. അപ്പം ട്രൈഡൻ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ട്രൈഡനും ആ ഒരു പഞ്ച് കിട്ടുന്ന ഒരു 660 ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ഓടിക്കുന്ന ഒരു സമയത്ത്. ഇതാണെങ്കിൽ പോലും ഇതിനും അത്രത്തോളം പഞ്ചില്ല. അതാണ് പറഞ്ഞത്, ഇതൊരു കംഫർട്ടബിൾ സൈഡാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ആളെ ഒന്നും കൂടെ എൻഗേജ് ചെയ്തിരുത്തും. പിന്നെ സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ പഴയ ഡേറ്റോണ, അതായത് 675 നമ്മുടെ കവാസാക്കിൻ്റെ 6R ഫുൾ കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷൻ നേരെ വിട്ടിട്ടാണ് ഡേറ്റോണ ഇപ്പം CBR 650R കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ഇപ്പോൾ സ്പോർട്സ് ടൂറിംഗ് സെഗ്മെൻറ്റിലേക്ക് കയറി. ഈ ഒരു 2 ബൈക്കുകൾ മാത്രമേ ഉള്ളൂ. അതായത് CBR 650R ഡേറ്റോണ 660 മാത്രമാണ് ഇപ്പം സ്പോർട്സ് ടൂറിംഗ് സെഗ്മെൻറ്റിൽ ഞാൻ കാണുന്ന 2 ബൈക്ക്. പിന്നെ ഉള്ളതൊക്കെ 2 സിലിണ്ടേഴ്സാണ്. 2 സിലിണ്ടേഴ്സിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഈ 3 സിലിണ്ടർ തരുന്ന ആ ഒരു സുഖം ബാക്കിയുള്ളതൊന്നും കിട്ടില്ല. അപ്പം ആ സുഖം വേണമെങ്കിൽ ഈ 2 ബൈക്കുകൾ തന്നെ നോക്കണം. ഈ 2 ബൈക്കുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പയർ ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സർവീസിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 in 16,000 kilometers ആണ് സർവീസ് ചെയ്യുന്നത്. അതും കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് 9,000-10,000 rupees. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സർവീസ് സെൻറ്ററിൻ്റെ റിവ്യൂ നോക്കുക. ഇത് ട്രയംഫിൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. ട്രയംഫിൻ്റെ സർവീസിംഗ് എന്ന് പറയുന്നത് ഒരുപാട് മോശം സർവീസസ് ചെയ്യുന്ന സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. സെയിൽസ് അടിപൊളിയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ ഒട്ടുമുക്ക അറിയുന്ന എല്ലാ ട്രയംഫ് ഫ്രണ്ട്സിനും എന്തൊക്കെ സർവീസ് സെൻറ്ററിൽ പോകേണ്ടി വന്നിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്സിൻ്റെ വെയിറ്റിംഗ് ആയാലും പല കാര്യങ്ങളായിട്ടും. അതായത് വണ്ടി അവിടെ കൊണ്ടുവച്ച് നശിച്ചു പോയ വണ്ടികൾ വരെ അറിയുന്നുണ്ട്. ഞാൻ അങ്ങനെ എടുത്തു പറയുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അത് ഇറ്റ് മൈറ്റ് ബി എന്താ പറയുക ഒരു സർവീസ് സെൻറ്ററിൻ്റെ പ്രശ്നമായിരിക്കും. ഇപ്പം 400 cc സീൽസ് കൂടെ തുടങ്ങിയ സ്ഥിതിക്ക് സർവീസ് കുറച്ചുകൂടെ മോശമായി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
അപ്പം നിങ്ങളുടെ അടുത്ത സർവീസ് സെൻറ്റർ ഏതാണെന്ന് നോക്കുക, എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക. പിന്നെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഇൻ ആൻഡ് അറൗണ്ട് ഒരു 20 കിലോമീറ്ററൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാം. അതായത് ഇതുപോലെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20-22 അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ കിട്ടുമായിരിക്കും. അതല്ല നല്ലപോലെ പൊളിച്ച് ഒരു 160, ആ ഒരു ക്രൂസിങ് സ്പീഡ് 160-180 ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. ആ സ്പീഡിലാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 15 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പം ഇനി ഇതിൻ്റെ വേർഡിക്കിലേക്ക് വരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഒരു 200-400 cc മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരാൾക്കുള്ള ഒരു പെർഫെക്റ്റ് അപ്ഗ്രേഡാണ്. അല്ലെങ്കിൽ ഒരു 600 cc ഓൾറെഡി ഒരു പ്രാന്ത് ബൈക്ക് ഓടിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഡ്യൂക്ക് 790 ഓടിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം, അതല്ലെങ്കിൽ 6R ഓടിക്കുന്ന ആളെന്ന് വിചാരിക്കാം. എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ടൂർ ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പം ഈ ഒരു ബൈക്ക് നോക്കാവുന്നതാണ്. അതല്ലാതെ ഇപ്പോൾ ഓൾറെഡി ഒരു 600 cc ഓടിക്കുന്ന ആളാണ്, എനിക്ക് പവറിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു തോട്ടിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നോക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് എക്സ്പെൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് 765 സ്ട്രീറ്റ് ട്രിപ്പിൾ. അപ്പോൾ അത് വാങ്ങാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിലെന്തെങ്കിലും മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കൂടെ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നില്ല. പിന്നെ ആ സാധനം സ്റ്റാൻഡേർഡായിട്ട് വാങ്ങണമെങ്കിൽ 40,000 രൂപ കൊടുക്കണം. അതും ഒരു എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രൈസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 40K ഫോർ എ ക്വിക്ക് ഷിഫ്റ്റർ ഇസ് എ ലിറ്റിൽ മോർ. കാരണം എക്യുപ്മെൻറ്റ് ട്രയംഫിൻ്റെ ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ പല സാധനങ്ങളും നമുക്കിപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്നും അതായത് ജാപ്പനീസ് മാർക്കറ്റിൽ നിന്ന് നമുക്കൊരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ 15,000 to 25,000 സാധനം ഇറങ്ങും. ആ ഒരു സമയത്ത് 40,000 എന്ന് പറയുന്നത് കുറച്ചൊരു എക്സ്പെൻസീവാണ്. പിന്നെ ഇപ്പം കണ്ടിട്ടുണ്ടാവും ആ ഒരു സമയത്ത് പോലും എൻ്റെ ടോണിനൊരു വ്യത്യാസം വന്നില്ല. സസ്പെൻഷൻ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ABSും കുറച്ച് ഇൻട്രൂസീവാണ്, ട്രാക്ഷൻ കൺട്രോളും കുറച്ച് ഇൻട്രൂസീവാണ്. അതർവൈസ് വേറെ പ്രശ്നമൊന്നുമില്ല. ബ്യൂട്ടിഫുൾ ബൈക്കാണ്, എൻ്റെ ഗുഡ് ബുക്സിലേക്ക് കയറിയിരിക്കുന്ന ഒരു ബൈക്കാണ്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.